Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം പെയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ടൈം ഡൊമെയിനിലും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിനിലെയും ട്രാൻസ്ഫോം പെയേഴ്സ് ആണ്. ഫസ്റ്റ് ഡെൽറ്റ ടിയുടെ അതിൻ്റെ ഫോറിയർ ട്രാൻസ് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് 1 ഫോറിയർ ട്രാൻസ് എടുക്കുമ്പോഴത്തേക്ക് 2π ഡെൽറ്റ ഒമേഗ. റെക്റ്റ് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം സിങ്ക് ഫംഗ്ഷനായിട്ടും സിങ്ക് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം റെക്റ്റ് ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. അതുപോലെ എക്സ്പോണൻഷ്യലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം 1/j⍵+a. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ വരുമ്പോഴത്തേക്ക് 2π ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട്. കോസ് ഒമേഗ നോട്ട് ടി വരുമ്പോഴത്തേക്ക് π ഇൻറ്റു ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് പ്ലസ് ഡെൽറ്റ ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്. അതുപോലെ സൈൻ ഒമേഗ നോട്ട് ടി വരുമ്പോഴത്തേക്ക് π/j ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് മൈനസ് ഡെൽറ്റ ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറിയർ ട്രാൻസ്ഫോം പെയേഴ്സ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെൽറ്റ ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം 1 എന്നുള്ളതാണ്. ഡെൽറ്റ ടി ഫോറിയർ ട്രാൻസ്ഫോം 1 ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഞാൻ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എക്സ് ഓഫ് ഒമേഗ ഈക്വൽസ് ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഓഫ് ടി ഇ റൈസ്ഡ് മൈനസ് j⍵t dt. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ഫോറിയർ ട്രാൻസ്ഫോം. ഇവിടെ നമുക്ക് ഡെൽറ്റ ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ടിക്ക് ഡെൽറ്റ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് j⍵t dt എന്ന് വരും. ഓക്കെ, ഈ ഡെൽറ്റ ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് ഹാവിങ് വാല്യൂ ഒൺലി അറ്റ് t = 0. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ വാല്യൂ ഉള്ളത് 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫോർ ഓൾ അതർ വാല്യൂസ് ഇറ്റ് ഈസ് ഹാവിങ് എ നോൺ സീറോ വാല്യൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഡെൽറ്റ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും? എക്സ് ഓഫ് ഒമേഗയുടെ ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ബൈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്? നമുക്ക് ഡെൽറ്റ ടിയുടെ എക്സ് ഓഫ് ഒമേഗയുടെ വാല്യൂ 1 ആണെന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എക്സ് ഓഫ് ഒമേഗ ഇറ്റ്സ് വാല്യൂ will be equal to 1 in frequency domain by shifting property of delta t. Okay, ഈ ഇതിനകത്ത് ഡെൽറ്റ ടിക്ക് വാല്യൂ വരുന്നത് t = 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്ക് 0 എടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ്ഡ് 0 1 എന്ന് വരും. അപ്പോൾ ആ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ എക്സ് ഓഫ് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്തത് അതിൻ്റെ വാല്യൂ 1 എന്ന് വരും. അപ്പോൾ ഈ ഡെൽറ്റ ടിയുടെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു LTI സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഇൻപുട്ട് ഡെൽറ്റ ടി ഫെഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ h(t) എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ടൈം ഡൊമെയിനിൽ ഒരു ഡെൽറ്റ ടി കൊടുക്കുമ്പം അതിന് ട്രാൻസ്ഫോം 1 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്രീക്വൻസീസും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മീനിങ്. അപ്പം ഇപ്പോൾ ഒരു ഡെൽറ്റ ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ആക്ച്വലി സ്റ്റിമുലേറ്റ്സ് ഓൾ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അതുകൊണ്ടാണ് h(t) ക്യാൻ ഫുള്ളി ഐഡന്റിഫൈ ആൻ LTI സിസ്റ്റം എന്ന് പറയാനുള്ള റീസൺ. ഇപ്പോൾ ഇവിടെ ടൈം ഡൊമെയിനിൽ t = 0 മാത്രമേ വാല്യൂ ഉള്ളൂ. പക്ഷേ അത് ഫ്രീക്വൻസി ഡൊമെയിനിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 1 എന്നാണ് വരുന്നത്. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ ഫ്രീക്വൻസീസും പാസ് ചെയ്യുന്നുള്ളതാണ്. 1 ഫോർ ഓൾ ദ സ്പെക്ട്രം ഇറ്റ് ഈസ് ഹാവിങ് എ വാല്യൂ 1. സോ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഓൾ ഫ്രീക്വൻസി ഓഫ് എ സിസ്റ്റം. അപ്പം നമ്മളിപ്പോൾ ഡെൽറ്റ ടി കൊടുക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ഈസ് സ്റ്റിമുലേറ്റഡ്. അങ്ങനെയാണ് h(t) വെച്ചിട്ട് നമുക്ക് സിസ്റ്റം ഐഡന്റിഫിക്കേഷനൊക്കെ നടക്കുന്നതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെൽറ്റ ടി 1ൻ്റെ പ്രൂഫായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സെക്കൻഡ് പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഡൊമെയിനിൽ 1 വരുമ്പം ഫ്രീക്വൻസി ഡൊമെയിനിലും 2π ഡെൽറ്റ ഒമേഗ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, എക്സാമിന് പ്രോപ്പർട്ടീസ് പെയേഴ്സിൻ്റെ പ്രൂഫ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ടൈം ഡൊമെയിനിൽ 1 ആണെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയിനിൽ 2π ഡെൽറ്റ ഒമേഗ അതാണ് അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം വരുന്നത്. ടൈം ഡൊമെയിനിൽ 1 വരുവാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിനിൽ
2 പൈ ഡെൽറ്റ ഒമേഗയാണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഫ്രീക്വൻസി ഡൊമൈനിൽ ഡെൽറ്റ വാല്യൂ വരികയാണെങ്കിൽ ഒരു ഈസി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷനും ഉണ്ട്, അതുപോലെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷനും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള കേസ് വരുമ്പോഴത്തേക്ക് ഫ്രീക്വൻസിയിൽ ഡെൽറ്റ ടേം വരികയാണെങ്കിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്നതായിരിക്കും ഈസി ആയിട്ടുള്ളത്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷനാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 1/2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇ റൈസ് ടു ജെ ഒമേഗ ടി. ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ വരുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗിവൺ എക്സ് ടീനെ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കുള്ളത് എക്സ് ഓഫ് ഒമേഗ ആയിരിക്കും. ആ എക്സ് ഓഫ് ഒമേഗയെ നമ്മൾ എന്ത് ചെയ്യും, ഇ റൈസ് ടു പ്ലസ് ജെ ഒമേഗ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡി ഒമേഗ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിക്കായിട്ട് പറഞ്ഞത് എന്താണ്, ഇങ്ങനത്തുള്ള പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ഡെൽറ്റ ടേം വരുവാണെങ്കിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുന്നതായിരിക്കും നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 1/2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഇവിടുത്തെ എക്സ് ഓഫ് ഒമേഗ എന്ന് വെച്ചാൽ എന്താണ്, 2 പൈ ഡെൽറ്റ ഒമേഗയാണ്. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി ടേം. ദിസ് ഈസ് ഒമേഗ ടേം ആണ് ഫ്രീക്വൻസി ടേം. ഇവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇവിടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എടുത്തുകൊണ്ട് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ദാറ്റ് ഈസ് എക്സ് ഓഫ് ഒമേഗ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 പൈ ഡെൽറ്റ ഒമേഗ ഇ റൈസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ വരും. ഇവിടെ ഈ 2 പൈയും ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, ഇനി ഒമേഗയുടെ സ്പെഷ്യാലിറ്റി എന്താ, ഈ ഡെൽറ്റ ഒമേഗയുടെ സ്പെഷ്യാലിറ്റി എന്താ, ഇറ്റ് ഈസ് ഹാവിങ് നോൺ സീറോ വാല്യൂ ഉള്ളി അറ്റ് ഒമേഗ ഈക്വൽ ടു 0. അതാണ് നമ്മളുടെ ഡെൽറ്റയുടെ സ്പെഷ്യാലിറ്റി. ഒമേഗ ഈക്വൽ ടു 0യിൽ മാത്രമേ ആ ഡെൽറ്റ ഒമേഗയ്ക്ക് വാല്യൂ കാണത്തുള്ളൂ. അപ്പോൾ ആ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മളിപ്പോൾ ഒമേഗയ്ക്ക് ഇവിടെ 0 കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ വാല്യൂ എന്തായിട്ട് കിട്ടും, വി വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 1. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 1. നമ്മൾ എന്താ കൊടുത്തത്, 2 പൈ ഡെൽറ്റ ഒമേഗ കൊടുത്തപ്പോഴത്തേക്ക് അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം 1 ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്താണ്, അത് പ്രൂഫാണ്. ഓക്കെ, അപ്പം ടൈം ഡൊമൈനിൽ 1 ആണെങ്കിൽ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും, 2 പൈ ഡെൽറ്റ ഒമേഗ. ഓക്കെ, ഇതാണ് അതിന്റെ പ്രൂഫ്. നമ്മൾ എന്ത് ചെയ്തു, ഈ ഡെൽറ്റ ഒമേഗ വന്നുകൊണ്ട് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എടുത്തു. അതിനകത്ത് 2 പൈ ഡെൽറ്റ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 പൈയും ക്യാൻസൽ ചെയ്ത് പോയി. ഡെൽറ്റ ഒമേഗയുടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇറ്റ് ഈസ് ഹാവിംഗ് ഓൺലി വാല്യൂ അറ്റ് ഒമേഗ ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഇമ്പൾസ്. അപ്പൊ അത് ഇമ്പൾസിന്റെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുത്തത്, ഈ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എടുത്തത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളിപ്പം 2 കാര്യങ്ങൾ ചെയ്തായിരുന്നു. അതായത് ടൈം ഡൊമൈനിൽ നമ്മൾ ഡെൽറ്റ കൊടുത്തപ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ 1ഉം, അതുപോലെ ടൈം ഡൊമൈനിൽ 1 കൊടുത്തപ്പം ഫ്രീക്വൻസി ഡൊമൈനിൽ ഡെൽറ്റ ടേമും വന്നു. ഓക്കെ, അതായത് ഇപ്പൊ ഇതിന്റെ കേസിൽ ഇപ്പൊ നമ്മളിപ്പം പ്രൂവ് ചെയ്തതിന്റെ കാര്യങ്ങൾ പറയാണ്. ഡെൽറ്റ ടി ടൈം ഡൊമൈനിൽ കൊടുത്തപ്പം അതിന്റെ വാല്യൂ 1 ആയിരുന്നു ഫ്രീക്വൻസി ഡൊമൈനിൽ. ഓക്കെ, അതായത് ഇപ്പം ഡെൽറ്റ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 0യിൽ ഒരു വാല്യൂ ഉള്ളത്. ഓക്കെ, ടൈം ഡൊമൈനിൽ. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈൻ കിട്ടിയ എന്താണ്, ഓൾ ഫ്രീക്വൻസീസ് പാസ് ചെയ്യുന്ന രീതിയിലാണ് കിട്ടിയത്. ഇനി നമ്മൾ സെക്കൻഡ് കേസ് എന്താ കൊടുത്ത, ടൈം ഡൊമൈനിൽ 1 കൊടുത്തു. ടൈം ഡൊമൈനിൽ 1 കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, ഫ്രീക്വൻസി ഡൊമൈനിൽ 2 പൈ ഡെൽറ്റ ഒമേഗ എന്നുള്ള വാല്യൂ വന്നത്. അതായത് ഇപ്പൊ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്ക് 1 മീൻസ് എന്താണ്, എല്ലാ വാല്യൂസിലും അതിന്റെ വാല്യൂ 1 ആണ്. അത് ഫ്രീക്വൻസി ഡൊമൈൻ വന്നപ്പോഴത്തേക്ക് ഈ ഒമേഗ വാല്യൂ മാത്രമേ ഉള്ളൂ, ഒമേഗയിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എന്ത് വരും, 2 പൈ ഡെൽറ്റ ഒമേഗ എന്ന് വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഇപ്പൊ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ആണെങ്കിൽ ടൈമും ഫ്രീക്വൻസിന്റെ റിലേഷൻസ് ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞ പോലെ തന്നെ വരുന്നത്, ഇപ്പൊ ടൈമിൽ ഡെൽറ്റ ടി ആണെങ്കിൽ അത് ഫ്രീക്വൻസിയിൽ 1 വരും, തിരിച്ച് 1 കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡെൽറ്റ ടേം. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രൂഫാണ്. നമ്മൾ ഇത് രണ്ടും പ്രൂവ് ചെയ്തു. ഇനി തേർഡും ഫോർത്തും ആണ്. തേർഡും ഫോർത്തും ഓൾറെഡി
ഒരു വീഡിയോയിൽ അതിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റെക്റ്റ് ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം സിങ്ക് ഫംഗ്ഷൻ ആണെന്നും അതുപോലെ സിങ്ക് ഫംഗ്ഷൻ്റെ തിരിച്ച് റെക്റ്റായിട്ട് വരും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിമുലേഷൻ വീഡിയോയും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. റെക്റ്റ് ഫംഗ്ഷനും അതുപോലെ സിങ്ക് ഫംഗ്ഷനും. ഇപ്പോൾ ടൈം ഡൊമെയിനിൽ നമ്മളൊരു റെക്റ്റാങ്കുലർ പൾസ് കൊടുക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയിനിൽ നമുക്കിങ്ങനെ ഒരു സിങ്ക് വേവ് ഫോം കിട്ടും. തിരിച്ച് ടൈം ഡൊമെയിനിൽ നമ്മളൊരു സിങ്ക് ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയിൻ നമുക്ക് റെക്റ്റ് ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഈ 4 കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഡ്യുവൽ പെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യുവൽ അല്ലെങ്കിൽ ഡ്യുവാലിറ്റി എന്നൊക്കെ പറയുന്നത് ഈ 4 പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഡ്യുവാലിറ്റി, ടൈം, ഫ്രീക്വൻസി, ഡ്യുവാലിറ്റി, ഈ 4 വെച്ചിട്ടാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനകത്ത് പ്രൂഫ് വരുന്നത് എക്സ്പോണൻഷ്യലിൻ്റെ പ്രൂഫാണ്. എക്സ്പോണൻഷ്യലിൻ്റെ പ്രൂഫ്, അതായത് e⁻⁻⁸. ഇപ്പോൾ e⁻⁻⁸ എന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യലാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. e⁻⁻⁸ u(t), അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം 1/jω+a ആണ്. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോം നമുക്കിത് 3 എന്ന് കൊടുക്കാം. ഇതിൻ്റെ പ്രൂഫാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണ്. എക്സ് ഓഫ് ഒമേഗ ഈക്വൽസ് ഇൻ്റഗ്രൽ -∞ to ∞ xt e⁻⁻⁻t dt. നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി ഇവിടെ xt വരെ നമുക്ക് എന്തിൻ്റെയാണ് ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? e⁻⁻⁸ u(t)ൻ്റെയാണ് ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് അവർ x(t) എന്ന് വെച്ചാൽ എന്തായിരിക്കും? e⁻⁻⁸ u(t). അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -∞ to ∞ xt പകരം e⁻⁻⁸ u(t) e⁻⁻⁻t dt. ഓക്കെ, ഇനി ഇവിടെ u(t) ഫംഗ്ഷൻ ഉണ്ട്. u(t) നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ t = 0 തൊട്ട് ഇൻഫിനിറ്റി വാല്യൂസിൽ എന്തുള്ളൂ? u(t) ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇൻ്റഗ്രലിൻ്റെ കേസിൽ എവിടെ തൊട്ടേ കാണത്തുള്ളൂ? t = 0 to ∞ കാണത്തുള്ളൂ. കാരണം എന്താ? അവിടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉണ്ട്. സ്റ്റെപ്പ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റേഞ്ച് എപ്പോഴും 0 to ∞ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻ്റഗ്രൽ 0 to ∞ e⁻⁻⁸ ഈ u(t)ൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ u(t)ക്ക് വരെ നമുക്ക് 1 കൊടുക്കാം. സോ e⁻⁻⁸ × 1 × e⁻⁻⁻ dt എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞. ഇവിടെ ആണെങ്കിൽ ഈ 2 എക്സ്പോണൻഷ്യൽ ഉണ്ട്. അത് ഞാൻ കോമൺ എടുക്കുകയാണ്. കോമൺ എടുക്കുമ്പോഴത്തേക്ക് e⁻⁻⁻j⁻t dt. ഓക്കെ, ഇവിടെ 2 എക്സ്പോണൻഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോൾ e⁻⁻⁻j⁻t dt. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇൻ്റഗ്രേഷൻ അറിയാം. അതായത് ഇൻ്റഗ്രൽ e⁻⁻at എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്? e⁻⁻at/a. ഓക്കെ, ഇൻ്റഗ്രൽ e⁻⁻at എന്ന് പറയുമ്പോഴത്തേക്ക് e⁻⁻at/a ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു -1/a + j⁻ into e⁻⁻a+j⁻t upper limit infinity, lower limit 0. This is equal to -1/a + j⁻ into നമ്മൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ e⁻t ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് e⁻⁻∞ വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് e⁻0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/a + j⁻ into e⁻⁻∞ വെച്ചാൽ അതിൻ്റെ വാല്യൂ 0 ആണ്. e⁻0ൻ്റെ വാല്യൂ 1 ആണ്. സോ 0 - 1 എന്ന് വരും. ഇവിടെ മൈനസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/a + j⁻ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/j⁻+ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/j⁻+a. ഇതാണ് അതിൻ്റെ പ്രൂഫ്. നമ്മൾ ഒരു e⁻⁻⁸ u(t) ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/j⁻+a. ഈസി അല്ലേ? ഇനി നെക്സ്റ്റ് നാലാമത്തത് നമ്മൾ റിസൾട്ട് എന്തായിരുന്നു? പെയേഴ്സ് ഏതായിരുന്നു? നമ്മൾ എക്സ്പോണൻഷ്യലിൻ്റെ ചെയ്തു. ഇനി കോംപ്ലക്സ് എക്സ്പോണൻഷ്യലിൻ്റെ പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. e⁻⁻⁸
ഒമേഗ ജെ ഒമേഗ നോട്ട് ടി അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം 2π ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് അതിൻ്റെ പ്രൂഫാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഫോർത്ത് വൺ. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ടി അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം പെയർ 2π ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് അതിൻ്റെ പ്രൂഫാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ട്രിക്ക് പറഞ്ഞായിരുന്നു, ഫ്രീക്വൻസിയിൽ ഡെൽറ്റ ടേം വരുവാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം? വെരി ഗുഡ്, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എടുക്കണം. അതാണ് എളുപ്പം, അതിൻ്റെ പ്രൂഫ് ചെയ്യാൻ വേണ്ടി എളുപ്പം. ഇപ്പോൾ ഫ്രീക്വൻസി ഡൊമെയിനിൽ ഡെൽറ്റ ഫംഗ്ഷൻ വരുവാണെങ്കിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എടുക്കുക. നമ്മൾ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെയേഴ്സ് പ്രൂവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഐദർ വി ക്യാൻ ടേക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഇക്വേഷനോ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഞാൻ പ്രൂഫിന് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എക്സ്പ്രഷനാണ് എടുക്കുന്നത്. ഇപ്പം ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എക്സ് ഓഫ് ടി ഈക്വൽസ് എന്തായിരുന്നു? വെരി ഗുഡ്, 1/2π ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഓഫ് ഒമേഗ. അവിടെ ഇ റൈസ് ടു ഫോറിയർ ട്രാൻസ്ഫോമിന് നെഗറ്റീവ് വരുമ്പം ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന് പോസിറ്റീവ് വരുന്നത് ഇ റൈസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? വെരി ഗുഡ്, ഈ എക്സ് ഓഫ് ഒമേഗ ആണല്ലോ ഇത് നമ്മളുടെ ടൈം ഡൊമെയിന്, ദിസ് ഈസ് ഫ്രീക്വൻസി ഡൊമെയിൻ. അപ്പോൾ ഇത് എക്സ് ഓഫ് ഒമേഗയാണ് ഈ 2π ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് എന്നുള്ളത്. നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഓഫ് ഒമേഗയ്ക്ക് പകരം വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് 2π ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ഇൻറ്റു ഇ റൈസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. ഓക്കെ, ഇനി ഇവിടെ ഈ 2πയും ഈ 2πയും ക്യാൻസൽ ചെയ്ത് പോകും. ദിസ് ഈസ് ഈക്വൽ ടു ഇനി നമ്മളുടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഡെൽറ്റ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതായത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ അതിന് നോൺ സീറോ ആയിട്ടുള്ളത് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ടിൽ മാത്രമേ എന്തുള്ളൂ, ഈ ഡെൽറ്റയ്ക്ക് വാല്യൂ ഉള്ളൂ. നമ്മൾ ഡെൽറ്റയുടെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചായിരുന്നു. അതിനകത്ത് വരുന്നതാണ് ഇപ്പം ഡെൽറ്റനെ ആണെങ്കിൽ ഇപ്പം ഈ ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ടേം ഈസ് നോൺ സീറോ ഓൺലി അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട്. ബാക്കി എല്ലാ വാല്യൂസും സീറോ ആയിരിക്കും. ഈ ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ടിൽ മാത്രമേ എന്ത് കാണത്തുള്ളൂ, അതിന് നോൺ സീറോ വാല്യൂ കാണത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് ഈ ഒമേഗ ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് എന്ത് വരും, നമ്മൾ അവിടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ടി എന്ന് വരും. ഓക്കെ, കണ്ട് അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ടി. ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി മനസ്സിലായോ? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഡെൽറ്റയുടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനുമായിട്ട് മൾട്ടിപ്ലൈ ആണ്. ഇപ്പം ഇതിവിടെ എന്താ ചെയ്തത്, അതിൻ്റെ ഷിഫ്റ്റഡ് വേർഷനുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫംഗ്ഷന് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ടിൽ മാത്രമേ വാല്യൂ കാണത്തുള്ളൂ. നമ്മളിപ്പം ടൈം ഡൊമെയിനിൽ നമുക്കറിയാം ഇമ്പൾസിൻ്റെ വരുമ്പോഴത്തേക്ക് ടി ഈക്വൽ ടു 0യിൽ മാത്രമേ ഒരു ഹൈ വാല്യൂ ഉള്ളൂ, ബാക്കി എല്ലാം 0 ആണ്. അതുപോലെ ഈ ഡെൽറ്റ ഒമേഗ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഡൊമെയിനിലാണ്. അപ്പോൾ ആ ഫ്രീക്വൻസി ഡൊമെയിനിൽ ഈ ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ടിൽ മാത്രമേ എന്ത് കാണത്തുള്ളൂ, അതിന് ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി ആണുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനുമായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ ആ ഒമേഗയ്ക്ക് എന്ത് എടുത്താൽ മതി, ആ ഒമേഗ നോട്ടിലെ വാല്യൂ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഈ -∞ അതിന് വാല്യൂ കാണത്തില്ല, ഇവിടെ മാത്രമേ കാണത്തുള്ളൂ, ആ ഒമേഗ നോട്ടിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷന് ഇവിടെ ഒമേഗ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിട്ട് വരും, ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഡെൽറ്റയുടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ടി എന്ന് എഴുതാം. ഇവിടെ എന്താ ചെയ്തത്, ഈ ഒമേഗയ്ക്ക് നമ്മൾ ഈ ഒമേഗ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിൻസ് ഇറ്റ് ഈസ് ഹാവിംഗ് ഓൺലി വാല്യൂ അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് ആൻഡ് ഓൾ അതർ വാല്യൂസ് ഇറ്റ് ഈസ് ഹാവിംഗ് 0 വാല്യൂസ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, എക്സ് ഓഫ് ടിയുടെ വാല്യൂ ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫ്. ഇപ്പോൾ നമ്മളൊരു ഈ ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആയിട്ട് ഇത് കിട്ടും. അല്ലെങ്കിൽ തിരിച്ച് ഇതൊരു ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് അതിന് നമുക്ക് ഇ റൈസ് ജെ ഒമേഗ നോട്ട് എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇതിൻ്റെ ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡൊമൈനിൽ നിന്ന് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ തിരിച്ച് ഫ്രീക്വൻസി ഡൊമൈനിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ പ്രൂഫ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന രണ്ടെണ്ണം കൂടി ഉള്ളൂ, കോസ് ഒമേഗ നോട്ട് ടീനെയും സൈൻ ഒമേഗ നോട്ട് ടീനെയും. കോസ് ഒമേഗ നോട്ട് ടി പ്രൂവ് ചെയ്യാണ്.
കോസ് ഒമേഗ നോട്ട് ടി അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം പൈ ഇൻറ്റു ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് പ്ലസ് ഡെൽറ്റ ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്. ഇപ്പം കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ നോട്ട് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടെയും ഫ്രീക്വൻസി ഡൊമെയിനിൽ ഡെൽറ്റയുടെ ഷിഫ്റ്റഡ് വേർഷൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമായിരിക്കും ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എക്സ്പ്രഷൻ എടുക്കുന്നതായിരിക്കും ഈസി. ഇപ്പം ഞാൻ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എക്സ്പ്രഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽസ് 1/2π ഇൻറ്റഗ്രൽ -∞ to ∞ എക്സ് ഓഫ് ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി. നെഗറ്റീവ് വരത്തില്ല, ഒരു 1/2π വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എക്സ് ഓഫ് ഒമേഗ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റഗ്രൽ -∞ to ∞. എക്സ് ഓഫ് ഒമേഗയ്ക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ പൈ ഇൻറ്റു ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് പ്ലസ് ഡെൽറ്റ ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്. ഇവിടെ ഈ എക്സ് ഓഫ് ഒമേഗയ്ക്ക് ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റു എന്ത് വരും, ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ടി എന്ന് വരും. ഓക്കെ, ഇത്ര മാത്രമേ ഇവിടെ ചെയ്തോളൂ. ഇനി നെക്സ്റ്റ് ഇതിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ പൈയും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് 1/2 ഇൻറ്റഗ്രൽ -∞ to ∞. ഈ ഫസ്റ്റ് ടേം ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. ഇവിടെ ഡി ഒമേഗ ആണ്, ഡി ഒമേഗ പ്ലസ് 1/2 ഇൻറ്റഗ്രൽ -∞ to ∞ സെക്കൻഡ് ഫംഗ്ഷൻ ഡെൽറ്റ ഒമേഗ പ്ലസ് ഒമേഗ നോട്ട് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. ഇവിടെ എന്തൊക്കെ ചെയ്തത്, ഫസ്റ്റ് നമ്മൾ ഈ ഡെൽറ്റ ടേം ഫ്രീക്വൻസിയിൽ വന്നതുകൊണ്ട് നമ്മൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എടുത്തു. അതിൽ എക്സ് ഓഫ് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അതിനെ രണ്ട് ടേമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിൻ്റെ കേസിൽ എവിടെ വാല്യൂ വരത്തുള്ളൂ, ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ടിൽ മാത്രമേ വാല്യൂ കാണത്തുള്ളൂ. ഇതിൻ്റെ കേസിൽ ഒമേഗ ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ടിൽ മാത്രമേ വാല്യൂ കാണത്തുള്ളൂ. അപ്പോൾ ആ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്തെഴുതാം, ഈ ഒരു ഹാഫ് ഇവിടെ വരും. ഇതിനകത്ത് ഈ ഇ റേസ് ടുവിന് നമ്മൾ ഒമേഗ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ എന്തൊരു ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്, പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിക്ക് ഒമേഗ ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ടിലെ എന്തുള്ളൂ അതിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് മൈനസ് ഒമേഗ നോട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എന്ത് കിട്ടും, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ടി എന്ന് കിട്ടും. ഓക്കെ, ഹാഫ് ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി പ്ലസ് ഹാഫ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ടി എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ ഹാഫിങ് കോമൺ എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് വരും, ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ടി എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് അറിയാം കോസ് തീറ്റ ഇൻ ടേംസ് ഓഫ് ഇ റേസ് ടു ജെ തീറ്റ എന്താ വരുന്നത്, കോസ് തീറ്റ ഈക്വൽ ടു ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ /2 ആണ്. ഓക്കെ, ഇപ്പം ഇവിടെ തീറ്റ ഈക്വൽ ടു എന്തൊന്നേ ഉള്ളൂ, ഒമേഗ നോട്ട് ടി വന്നേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ദിസ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും. വെരി ഗുഡ്, കോസ് ഒമേഗ നോട്ട് ടി എന്ന് എഴുതാൻ പറ്റും. അതല്ലേ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഒമേഗ നോട്ട് ടി. ഓക്കെ, ഇതാണ് ഈസി ആയിട്ടുള്ള അതിൻ്റെ പ്രൂഫ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഈ ഒമേഗയ്ക്ക് ഒരു ഒമേഗ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായിരിക്കും ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ സോ ഹാഫ് ഇൻറ്റു റേസ് ഇതിൻ്റെ കേസിൽ ജെ ഒമേഗ നോട്ട് ടി വരും. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് മൈനസ് ഒമേഗ നോട്ടാണ്. ഇവിടെ മൈനസ് ഒമേഗ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കറിയാം കോസ് തീറ്റ എന്ന് വെച്ചാൽ ഒന്ന് ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ /2 ആണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ നോട്ട് ടി ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഓഫ് ഒമേഗ നോട്ട് ടി. ഇനി സിക്സ്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ ഒമേഗ നോട്ട് ടി ആണ്. ഇതേ സെയിം പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് ചെയ്ത് നോക്കുക. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് π/j ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് മൈനസ് ഡെൽറ്റ ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്. അപ്പോൾ അവിടെ നമുക്ക് സൈൻ തീറ്റയുടെ ഇൻ ടേംസ് ഓഫ് ഓയിലേഴ്സ് ഇക്വേഷൻ നമുക്കറിയാം, ഇ റേസ് ടു ജെ തീറ്റ
മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2j ആണ്. അപ്പോൾ അതായിരിക്കും നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതനുസരിച്ചാണ് വരുന്നത്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എടുത്തിട്ട് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഈ സൈൻ തീറ്റ ഇൻ ടേംസ് ഓഫ് ഇ റേസ് ടു തീറ്റ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ റിസൾട്ട് നമുക്ക് കിട്ടും. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറിയർ ട്രാൻസ്ഫോം പേയേഴ്സ്. അതിൻ്റെ പേയേഴ്സിൽ ആദ്യത്തെ 4 ഡ്യുവൽ പേയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ ചെയ്തത് എക്സ്പോണൻഷ്യലിന്റെ ചെയ്തു, കോംപ്ലക്സ് എക്സ്പോണൻഷ്യലിന്റെ ചെയ്തു, അതുപോലെ കോസ് ഒമേഗ നോട്ടിന്റെയും സൈൻ ഒമേഗ നോട്ടിന്റെയും റിസൾട്ട്സ് നമ്മൾ ചെയ്തു. ഓർത്തേക്കേണ്ട കാര്യം, ടൈം ഫ്രീക്വൻസി ഡൊമൈനിൽ ഡെൽറ്റ വരുവാണെങ്കിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എക്സ്പ്രഷൻ എടുക്കുന്നതായിരിക്കും എളുപ്പം. ഇപ്പോൾ നമുക്കിതിപ്പം എക്സാമിന് ഏതെങ്കിലും പേയേഴ്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇതുപോലത്തുള്ള ഇ റേസ് ടു എക്സ്പോണൻഷ്യലിന്റെ ചോദിക്കാം. പിന്നെ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കോസിന്റെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.